1990-ൽ തായ്വാനിൽ വെച്ച് വിചിത്രമായൊരു കൊലപാതകം നടക്കുന്നു. പിന്നീട് കൊല ചെയ്യപ്പെട്ട ജാപ്പനീസ് യുവതിയുടെ അറുത്തുമാറ്റപ്പെട്ട തല തായ്വാനിലുള്ള ഒരാളെ നിരന്തരമായി വേട്ടയാടാൻ തുടങ്ങുന്നു. വീടിനകത്തേക്കൊന്ന് കയറാൻ പോലും കഴിയാത്ത വിധം ആ തല അയാളെ ഭയപ്പെടുത്താൻ തുടങ്ങുന്നു. ഇതേ തുടർന്ന് മാസങ്ങളോളം ഊണും ഉറക്കവുമെല്ലാം സ്വന്തം കാറിനകത്താക്കാൻ അയാൾ നിർബന്ധിതനാകുന്നു. ആ കാറിലും ശല്യം തുടർന്നതോടെ അയാൾ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറാൻ തുടങ്ങുന്നു. ഒടുവിൽ അയാളുടെ വിചിത്രമായ ഈ പെരുമാറ്റത്തെക്കുറിച്ചുള്ള വാർത്ത പോലീസുകാരുടെ ചെവിയിലെത്തുകയും പോലീസുകാർ അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ പുറത്തു വന്നത് ഞെട്ടിക്കുന്നൊരു കൊലപാതകത്തിന്റെ കഥയായിരുന്നു. ജപ്പാനിൽ നിന്നും തായ്വാനിലേക്ക് ടൂറിസ്റ്റായി എത്തിയ 23 വയസ്സുകാരി മാരിക്കോ യുഗോച്ചിയുടെ കൊലപാതകത്തിന്റെ കഥ. വിശ്വസിക്കാൻ പ്രയാസമുള്ള പല അമാനുഷിക സംഭവങ്ങളും അരങ്ങേറിയതായി പറയപ്പെടുന്ന വിചിത്രമായൊരു കേസാണിത്. ആരായിരുന്നു മാരിക്കോ യുഗോച്ചി? അവൾ എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത്? മാരിക്കോയുടെ പ്രേതമാണ് ഈ കേസ് തെളിയിച്ചത് എന്ന് തായ്വാനിലെ ജനങ്ങൾ ഇന്നും വിശ്വസിക്കുന്നത് എന്തുകൊണ്ട്? എല്ലാത്തിനുമൊടുവിൽ അവളെ കൊലപ്പെടുത്തിയ ആ കൊലയാളി ആരാണ്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. മെയ് 24 ജപ്പാനിലെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് മാരിക്കോ യുഗോച്ചി ജനിച്ചത്. അവളുടെ പാരന്റ്സ് സമ്പന്നരൊന്നുമല്ലെങ്കിലും മകളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം അവർ ചെയ്തു കൊടുത്തിരുന്നു. അവൾക്ക് ലഭിക്കുന്ന ഒരവസരവും പാഴായി പോവരുത് എന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. സ്വാഭാവികമായും മാരിക്കോ യുഗോച്ചി വളർന്നു വലുതായപ്പോൾ വളരെ ആക്റ്റീവായ, എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യുവതിയായി മാറി. ചൈനീസ് കൾച്ചറിനെ കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തണമെന്നുള്ളത് മാരിക്കോയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു. പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിൽ ചൈനീസ് സ്റ്റഡീസ് അസോസിയേഷൻ പ്രസിഡന്റും അവൾ തന്നെയായിരുന്നു. തന്റെ പഠനത്തിൽ സീരിയസ് ആയിരുന്നതുകൊണ്ട് തന്നെ പാരന്റ്സും അവളെ പൂർണ്ണമായും പിന്തുണച്ചു. ചെയ്യുന്ന കാര്യങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും അതിൽ ഒരു തെറ്റും വരാതിരിക്കുന്നതിനായി വളരെ സൂക്ഷ്മമായി എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന സ്വഭാവമായിരുന്നു മാരിക്കോയുടേത്. പ്രത്യേകിച്ച് ദൂരയാത്രകളെല്ലാം നടത്തുമ്പോൾ തന്റെ കുടുംബവുമായി സ്ഥിരമായി ബന്ധം പുലർത്താൻ അവൾ ശ്രമിക്കാറുണ്ട്. 1990 കാലഘട്ടമായിരുന്നതുകൊണ്ട് തന്നെ പോസ്റ്റ് കാർഡുകളിലൂടെയും കത്തുകളിലൂടെയുമായിരുന്നു അവർ ആശയവിനിമയം നടത്തിയിരുന്നത്. അങ്ങനെയിരിക്കെ തായ്വാനിലേക്കൊരു യാത്ര നടത്താൻ മാരിക്കോ തീരുമാനിക്കുന്നു. അവളെ സംബന്ധിച്ച് അതൊരു നോർമൽ യാത്രയായിരുന്നില്ല. കാലങ്ങളായി മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു സോളോ ട്രിപ്പാണ്. അതിനാൽ 1990 ഏപ്രിൽ 2 അതീവ സന്തോഷത്തോടെയാണ് മാരിക്കോ തായ്വാനിലെത്തിയത്. തായ്വാന്റെ ക്യാപിറ്റലും സാമ്പത്തിക സാംസ്കാരിക കേന്ദ്രവുമായ തായ്പേയ് ആയിരുന്നു അവളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. അവിടെയുള്ള ഇന്റർനാഷണൽ യൂത്ത് ഹോമിൽ അവൾ ചെക്ക് ഇൻ ചെയ്തു. ഏപ്രിൽ 3 തായ്പേയ് നഗരം മുഴുവൻ എക്സ്പ്ലോർ ചെയ്ത മാരിക്കോ ഏപ്രിൽ 4 തായ്വാന്റെ സൗത്തിലേക്ക് യാത്ര തിരിച്ചു. ട്രെയിനിലായിരുന്നു യാത്ര. പോകുന്നതിന് മുൻപായി അതുവരെ കണ്ട സ്ഥലങ്ങളുടെയും പുതുതായി പരിചയപ്പെട്ട ആളുകളുടെയും വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് അവളൊരു പോസ്റ്റ് കാർഡ് വീട്ടിലേക്ക് അയച്ചു. അന്ന് വൈകുന്നേരത്തോടെ അവൾ തായ്നാൻ എന്ന നഗരത്തിലെത്തിച്ചേർന്നു. അവിടെ വെച്ച് അവളൊരു ടാക്സി ഡ്രൈവറിനെ പരിചയപ്പെട്ടു, ലീ. അയാൾ നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം മാരിക്കോയ്ക്ക് കാണിച്ചു കൊടുക്കുകയും പ്രാദേശിക സംസ്കാരത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ ആദ്യത്തെ ആ പരിചയപ്പെടലിൽ തന്നെ അവർക്കിടയിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം ഉടലെടുത്തു. തായ്നാൻ നഗരത്തിലെത്തിയ മാരിക്കോ നേരിട്ട പ്രധാന വെല്ലുവിളി താമസിക്കാനായി നല്ലൊരു ഹോട്ടൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു. അതിനുള്ള പരിഹാരം കണ്ടെത്തിയതാകട്ടെ ടാക്സി ഡ്രൈവറായിരുന്ന ലീയും. ലീ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. സോളോ ട്രാവലേഴ്സിന് താമസിക്കുന്നതിനായി എൻ്റെ വീട്ടിലുള്ള ഒരു റൂം ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ താമസിക്കാം. ഇത് കേട്ടയുടനെ തന്നെ മാരിക്കോ ഓക്കെ പറഞ്ഞു. കാരണം പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുക, അവരോടൊപ്പം ചേർന്ന് ലോക്കൽ കൾച്ചർ നേരിട്ട് അനുഭവിച്ചറിയുക എന്നുള്ളതെല്ലാം അവൾ അതിയായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഏപ്രിൽ 4 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ മാരിക്കോ യുഗോച്ചി ലീയുടെ വീട്ടിൽ താമസിച്ചു. ഈ ദിവസങ്ങളിൽ തായ്നാനിലുള്ള സകല സ്ഥലങ്ങളും ലീ മാരിക്കോയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇതുവരെ കാര്യങ്ങളെല്ലാം നോർമലായിരുന്നു.
ഒരു പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോയി. എന്നാൽ ഏപ്രിൽ 7-നാണ് മാരിക്കോയുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത്. അന്ന് അവൾ വീട്ടിലേക്കൊരു പോസ്റ്റ് കാർഡ് അയച്ചു. ഈ നഗരം വളരെ മനോഹരമാണ്. ഇവിടത്തെ സംസ്കാരം എനിക്ക് വളരെ ഇഷ്ടമായി. ഇങ്ങനെ അവളുടെ വാക്കുകളിലുടനീളം സന്തോഷം മാത്രമാണ് നിറഞ്ഞു നിന്നിരുന്നത്. എന്നാൽ ആ പോസ്റ്റ് കാർഡ് മാരിക്കോയുടെ പാരൻസ് വായിക്കുമ്പോൾ ഇതാണ് തങ്ങളുടെ മകൾ അയക്കുന്ന അവസാനത്തെ പോസ്റ്റ് കാർഡെന്നും ഇനിയൊരിക്കലും തങ്ങൾക്ക് അവളെ കാണാൻ കഴിയില്ല എന്നും അവർക്കറിയില്ലായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. മാരിക്കോ യഗൂച്ചി വീട്ടിലേക്ക് വിളിക്കുകയോ പോസ്റ്റ് കാർഡുകളോ കത്തുകളോ അയക്കുകയോ ചെയ്തില്ല. ഏപ്രിൽ 18-നാണ് മാരിക്കോ ജപ്പാനിലേക്കുള്ള റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അന്ന് അവളുടെ അമ്മ ഹിസാക്കോ യഗൂച്ചി എയർപോർട്ടിലെത്തി മകളുടെ വരവിനായി കാത്തിരിക്കുന്നു. ആ ദിവസം മുഴുവൻ കാത്തിരുന്നിട്ടും മാരിക്കോ ജപ്പാനിൽ ഫ്ലൈറ്റ് ഇറങ്ങിയില്ല. ഹിസാക്കോയുടെ പരാതിയെ തുടർന്ന് അധികൃതർ ഇമിഗ്രേഷൻ രേഖകൾ പരിശോധിച്ചപ്പോൾ അവൾ തായ്വാൻ വിട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. റിട്ടേൺ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാതെ മാരിക്കോ തായ്വാനിൽ തന്നെ നിന്നു എന്നുള്ളത് മാരിക്കോയുടെ അമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അവളത് തീർച്ചയായും വിളിച്ചു പറയുകയോ കത്തയക്കുകയോ ചെയ്തിട്ടുണ്ടാവും. ഇതൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ മകൾക്കെന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്ന് ഹിസാക്കോയുടെ മനസ്സ് പറഞ്ഞു. ഏപ്രിൽ 25-ന് ഹിസാക്കോ യഗൂച്ചി ജപ്പാനിൽ നിന്നും തായ്വാനിലേക്ക് ഫ്ലൈറ്റ് കയറി. തായ്വാനിലെത്തിയ ഉടനെ അവർ നാഷണൽ പോലീസ് ഏജൻസിയിൽ ചെന്ന് ഒരു മിസ്സിംഗ് പേഴ്സൺസ് റിപ്പോർട്ട് ഫയൽ ചെയ്തു. മാരിക്കോ യഗൂച്ചിയുടെ തിരോധാനം തായ്വാനിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കി. ആ കാലഘട്ടത്തിൽ തായ്വാന്റെ സാമ്പത്തിക മേഖല ടൂറിസത്തെയാണ് അതിയായി ആശ്രയിച്ചിരുന്നത്. അതിൽ തന്നെ ജപ്പാനിൽ നിന്നുമുള്ള ടൂറിസ്റ്റുകളാണ് തായ്വാനിലേക്ക് അധികമായി എത്താറുള്ളത്. മാരിക്കോയുടെ തിരോധാനം വലിയ വാർത്തയായതോടെ ജാപ്പനീസ് ടൂറിസ്റ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു വരികയും അത് ടൂറിസം മേഖലയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനത്തെ ബാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തായ്വാൻ സർക്കാർ ഈ കേസിനെ ദേശീയ പ്രാധാന്യമുള്ള വിഷയമായി കണക്കാക്കുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു. തിരച്ചിൽ നടത്തുന്നതിനായി 0407 എന്ന പേരിൽ ഒരു ജോയിന്റ് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുകയാണ് അവർ ആദ്യം ചെയ്തത്. മാരിക്കോയെ കാണാതായ ദിവസമായ ഏപ്രിൽ 7-ന് സൂചിപ്പിക്കുന്നതായിരുന്നു 0407 എന്ന നമ്പർ. ഇങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ പോലീസുകാരുടെ സസ്പെക്ട് ലിസ്റ്റിൽ ആദ്യം ഇടം പിടിച്ച വ്യക്തി ടാക്സി ഡ്രൈവറായ ലീ ആയിരുന്നു. ഏപ്രിൽ 7-ന് മാരിക്കോയെ അവസാനമായി കണ്ടത് ലീയാണ്. അയാളുടെ വീട്ടിലാണ് അവൾ കഴിഞ്ഞ 3 ദിവസമായി താമസിച്ചു വരുന്നത്. ഇതോടെ അന്വേഷണ സംഘം ലീയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. എത്ര തന്നെ ചോദ്യം ചെയ്തിട്ടും മാരിക്കോയുടെ തിരോധാനവുമായി അയാൾക്കെന്തെങ്കിലും ബന്ധമുള്ളതിന്റെ ഒരു സൂചനയും ലഭിച്ചില്ല. ഇതേ സമയം ലീ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തി. ഏപ്രിൽ 7-ന് തായ്നാനിൽ നിന്നും കൗഷിയോങ് എന്ന സ്ഥലത്തേക്ക് പോവാനായിരുന്നു മാരിക്കോയുടെ പ്ലാൻ. ഞാൻ തന്നെയാണ് അവളെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചത്. ട്രെയിൻ വന്നപ്പോൾ ടിക്കറ്റ് എക്സാമിനറിനോട് മാരിക്കോയെ ഒന്ന് ശ്രദ്ധിക്കണമെന്നും ജപ്പാൻകാരിയായ അവൾക്ക് ചൈനീസ് അത്ര വശമില്ലെന്നും അവൾ തനിച്ചാണ് യാത്ര ചെയ്യുന്നത് എന്നും ഞാൻ പറഞ്ഞിരുന്നു. പിന്നീട് അവളോട് യാത്ര പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. അതിനുശേഷം ഞാൻ അവളെ കണ്ടിട്ടേയില്ല. ഇതായിരുന്നു ലീയുടെ വെളിപ്പെടുത്തൽ. പിന്നീട് ട്രെയിൻ ടിക്കറ്റ് എക്സാമിനറിന്റെ മൊഴിയെടുത്ത പോലീസ് ലീ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് സ്ഥിരീകരിച്ചു. ശേഷം കൗഷിയോങ് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടന്നു. പോലീസുകാരെ സംബന്ധിച്ച് അത് ശ്രമകരമായൊരു ജോലിയായിരുന്നു. തായ്വാനിലെ തന്നെ ഏറ്റവും തിരക്കേറിയ പ്രദേശങ്ങളിലൊന്നാണ് കൗഷിയോങ്. നിരവധി സഞ്ചാരികൾ എത്തുന്ന സ്ഥലം. മാരിക്കോ ഒരു ഈസ്റ്റ് ഏഷ്യൻ യുവതിയായതുകൊണ്ട് തന്നെ ലോക്കലായിട്ടുള്ള ആളെപ്പോലെ തോന്നും. വിദേശിയാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാനൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ മാരിക്കോയുടെ ഫോട്ടോ കാണിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലും ആർക്കും അവളെ ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. കേസിൽ ഒരു പുരോഗതിയും ഉണ്ടാക്കാൻ കഴിയാതെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. കൗഷിയോങ് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള ടാക്സി ഡ്രൈവർമാരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടന്നത്. ഒക്ടോബർ മാസത്തോടുകൂടി അന്വേഷണ സംഘത്തിനൊരു ലീഡ് ലഭിച്ചു. സംശയത്തിന്റെ പുറത്ത് ലിയോ ഷിവേച്ചിയാങ് എന്ന മറ്റൊരു ടാക്സി ഡ്രൈവറിനെ അവർ കസ്റ്റഡിയിലെടുത്തു. മാരിക്കോ അയാളുടെ ടാക്സിയിൽ കയറി പോയിട്ടുണ്ട് എന്നുള്ള സംശയത്തിന്റെ പുറത്തായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിനിടെ ലിയോ പറഞ്ഞത് മുഴുവൻ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളായിരുന്നുവെങ്കിലും അയാൾക്കെതിരായിട്ടുള്ള തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെ അയാളെയും വിട്ടയക്കേണ്ടതായി വന്നു. പക്ഷേ
അയാളുടെ പെരുമാറ്റങ്ങളിലെല്ലാം എന്തോ പന്തികേട് തോന്നിയതുകൊണ്ട് തന്നെ അയാളെ രഹസ്യമായി നിരീക്ഷിക്കാനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഡിസംബർ മാസത്തോടെ പോലീസ് വലിയൊരു പ്രഖ്യാപനം നടത്തി. മാരിക്കോ ഇഗൂച്ചിയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ നൽകുന്നവർക്ക് $1 മില്യൺ ന്യൂ തായ്വാൻ ഡോളർ പാരിതോഷികം നൽകും. അതായിരുന്നു പ്രഖ്യാപനം. ഇത്ര വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടും ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല. 1991 ജനുവരി 4 ഹൗലി എന്ന സ്ഥലത്തിലെ ഒരു കരിമ്പും തോട്ടത്തിൽ നിന്നും അജ്ഞാതയായ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നു. ആദ്യ നോട്ടത്തിൽ അത് മാരിക്കോ ഇഗൂച്ചി ആയിരിക്കാമെന്നാണ് പോലീസ് കരുതിയത്. ശരീരപ്രകൃതമെല്ലാം ഏറെക്കുറെ അവളോട് ഒത്തുപോകുന്നതായിരുന്നു. പക്ഷേ ഡെന്റൽ എക്സ്റേ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ അത് മാരിക്കോയുമായി മാച്ചായില്ല. കണ്ടെത്തിയിരിക്കുന്നത് മറ്റേതോ സ്ത്രീയുടെ മൃതദേഹമാണ്. കേസ് അന്വേഷണം വീണ്ടും ഡെഡ് എൻഡിലെത്തി. മാസങ്ങൾ വീണ്ടും കടന്നുപോയിക്കൊണ്ടേയിരുന്നു. മാരിക്കോ ഇഗൂച്ചിയെ കാണാതായി 1 വർഷത്തിനു ശേഷം കേസിൽ മറ്റൊരു പുരോഗതിയുണ്ടായി. ഓൾറെഡി പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന രണ്ടാമത്തെ ടാക്സി ഡ്രൈവർ ലിയോ ഷ്വേചാങ്ങിനെതിരെ നിർണായകമായ ഒരു തെളിവ് ലഭിച്ചിരിക്കുന്നു. മാരിക്കോ കൗഷിയാങ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ദിവസം രാത്രി ലിയോ അവളോടൊപ്പം തങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് ന്യൂഡിൽസ് കഴിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ് ആ റെസ്റ്റോറൻറ്റിലെ ഒരു പഴയ സ്റ്റാഫാണ് പോലീസിനെ സമീപിച്ചത്. മാരിക്കോ ലിയോ ഷ്വേചാങ്ങിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ലഭിച്ചതോടെ അന്വേഷണ സംഘം അയാളുടെ വീടിന് മുന്നിലെത്തി. 1 വർഷം മുൻപ് കണ്ടതുപോലെയല്ല അവനിപ്പോൾ. പേടിച്ചു വിറച്ച ഒരു മുഖഭാവം, ഉറക്കക്കുറവിന്റെ ലക്ഷണങ്ങൾ മുഖത്ത് വ്യക്തമായി കാണാം. ഭക്ഷണം കഴിക്കാതെ ശരീരം മൊത്തത്തിൽ തളർന്നു പോയിരിക്കുന്നു. വല്ലാത്തൊരു രൂപം. പോലീസുകാരെ കണ്ടയുടനെ അവൻ ആദ്യം ചോദിച്ചത് ഇന്ന് തീയതി എന്താണ് എന്നുള്ളതാണ്. മാർച്ച് 4 ഒരു ഉദ്യോഗസ്ഥൻ മറുപടി പറഞ്ഞതും അവന്റെ മുഖം മാറി. നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവൻ മയങ്ങി വീണു. ബോധം വന്നപ്പോൾ അവൻ എല്ലാ കുറ്റങ്ങളും തുറന്നു സമ്മതിച്ചു. മാരിക്കോ ഇഗൂച്ചിയെ കൊന്നത് ഞാനാണ്. ഇത് ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് പറയാം. ഇനിയും അവളുടെ തലയെ പേടിച്ച് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഇങ്ങനെ വിചിത്രമായ പല കാര്യങ്ങളുമാണ് ലിയോ ഷ്വേചാങ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതോടെ പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്ത് കൗഷിയോങ് ഡിസ്ട്രിക്ട് പ്രോസിക്യൂട്ടറിന്റെ ഓഫീസിലെത്തിച്ചു. അവിടെ എത്തിയതും ലിയോ മൊഴി മാറ്റി. ഞാൻ മാരിക്കോ ഇഗൂച്ചിയെ കണ്ടിട്ടേയില്ല എന്നായിരുന്നു അവന്റെ പുതിയ മൊഴി. പലതവണ മൊഴി മാറ്റുകയും വിചിത്രമായി പെരുമാറുകയും ചെയ്തതോടെ പ്രോസിക്യൂട്ടർ അവനെ ജയിലിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകി. ജയിലിലെത്തിയ ആ ദിവസം രാത്രി തന്നെ ലിയോ ആത്മഹത്യക്ക് ശ്രമിച്ചു. ജയിൽ ജീവനക്കാർ കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ലിയോ ആരെയോ ഭയക്കുന്നു. അവന്റെ ഉള്ളിൽ ഒരു വലിയ രഹസ്യമുണ്ട്. അത് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഈ കേസ് തെളിയിക്കപ്പെടും. അടുത്ത 2 ദിവസങ്ങളിൽ പോലീസ് ലിയോ ഷ്വേചാങ്ങിനെ വിശദമായി ചോദ്യം ചെയ്തു. ആദ്യം പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളും വിളിച്ചു പറയാൻ തുടങ്ങിയ ലിയോ പതിയെ സത്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഞെട്ടലോടെയാണ് പോലീസുകാർ കേട്ടത്. നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. 1990 ഏപ്രിൽ 7 കൗഷിയോങ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ മാരിക്കോ ഇഗൂച്ചി റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള റോഡിലൂടെ കയ്യിലൊരു ബാക്ക് പാക്കുമായി നടന്നു പോവുകയായിരുന്നു. ഇതേ സമയം അതുവഴി ബൈക്കിലെത്തിയ ലിയോ ഷ്വേചാങ് മാരിക്കോയെ കണ്ടതിനെ തുടർന്ന് അവളുടെ അടുത്ത് പോയി കാര്യങ്ങൾ തിരക്കുന്നു. അപ്പോഴാണ് അവൾക്ക് ചൈനീസ് ഭാഷ അറിയില്ല എന്ന് അയാൾക്ക് മനസ്സിലായത്. അറിയാവുന്ന രീതിയിൽ മാരിക്കോ തിരിച്ച് സംസാരിക്കാൻ ശ്രമിച്ചു. താമസിക്കാനായി ഒരു സ്ഥലം വേണമെന്നതായിരുന്നു അവളുടെ ആദ്യത്തെ ആവശ്യം. ഇതോടെ തന്റെ വീട്ടിൽ താമസിക്കാമെന്ന് പറഞ്ഞ ലിയോ അവളോട് ബൈക്കിൽ കയറാൻ ആവശ്യപ്പെട്ടു. തായ്നാനിൽ നിന്നും പരിചയപ്പെട്ട ലിയെ പോലെ ലിയോ ഷ്വേചാങ്ങും ഒരു മാന്യനാണെന്ന് കരുതിയ മാരിക്കോ ബൈക്കിൽ കയറി അവന്റെ വീട്ടിലേക്ക് പോകുന്നു. ആ ദിവസം അവരൊരുമിച്ച് പല സ്ഥലങ്ങളിലും കറങ്ങാൻ പോയി. നിരവധി സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ശേഷം രാത്രിയോടെ വീട്ടിൽ തിരിച്ചെത്തി ഉറങ്ങാൻ കിടന്നു. അപ്പോഴാണ് ലിയോ ഷ്വേചാങ്ങിന്റെ യഥാർത്ഥ മുഖം മാരിക്കോ തിരിച്ചറിഞ്ഞത്. അവൻ മാരിക്കോയോട് ലൈംഗിക താല്പര്യം പ്രകടിപ്പിച്ചു. മാരിക്കോ സ്നേഹത്തോടെ തന്നെയാണ് അവന്റെ ആവശ്യം നിരസിച്ചതെങ്കിലും അവനെ അത് പ്രകോപിപ്പിച്ചു. ഏപ്രിൽ 8 പുലർച്ചെ മാരിക്കോ ഇഗൂച്ചി നല്ല ഉറക്കത്തിലായിരുന്നപ്പോൾ ലിയോ ഒരു ക്രോസ് ബോയും കുറച്ച് അമ്പുകളുമായി അവളുടെ അരികിലെത്തി. അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മാരിക്കോയുടെ മുഖത്ത് 3 അമ്പുകൾ തുളച്ചു കയറി.
പിന്നീട് നടന്നത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു. അമ്പുകൾ തുളച്ചു കയറിയതിനെ തുടർന്ന് വേദന കൊണ്ട് പൊളയുകയായിരുന്ന മാരിക്കോ ഇഗൂച്ചിയെ ലിയോ അതിക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാക്കി. പീഡിപ്പിക്കുന്നതിനിടയിൽ തന്നെ അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു. എന്നിട്ടും ഡെഡ് ബോഡിയെ പോലും അയാൾ വെറുതെ വിട്ടില്ല. എല്ലാത്തിനും ശേഷം ലിയോ ഷേചാങ് മാരിക്കോയുടെ തലയറുത്തെടുത്ത് ഒരു ബാഗിലേക്ക് മാറ്റി. അവളുടെ കൈവശമുണ്ടായിരുന്ന പണം കവർന്നു. ഉടൽ ഭാഗം ഒരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞെടുത്ത ലിയോ അത് തന്റെ ടാക്സിയിൽ കയറ്റി ദൂരസ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചു. ശേഷം ചോര പുരണ്ട വസ്ത്രങ്ങൾ, മർഡർ വെപ്പണായ ക്രോസ്ബോ, മാരിക്കോയുടെ ബാക്ക് പാക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഗ്യാസോലിൻ ഉപയോഗിച്ച് കത്തിച്ചു കളഞ്ഞു. അങ്ങനെ എല്ലാ തെളിവുകളും നശിപ്പിച്ചു കളയുമ്പോഴും ലിയോ ഷേചാങ് ഒരു തെളിവ് മാത്രം പെട്ടെന്ന് നശിപ്പിക്കാതെ കുറെ നേരം കൂടെ കൊണ്ടു നടന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, മാരിക്കോ ഇഗൂച്ചിയുടെ അറുത്തുമാറ്റപ്പെട്ട തലയായിരുന്നു. അവളുടെ തലയുമായി വളരെ നേരം നഗരത്തിലൂടെ ചുറ്റിക്കറങ്ങിയ ലിയോ അവസാനം അതും ഉപേക്ഷിച്ചു. എന്നാൽ ഇനിയുള്ള കാലം ആ തല തന്നെ വേട്ടയാടുമെന്നും അത് തന്നെ നിയമത്തിന് മുന്നിലെത്തിക്കുമെന്നും ആ സൈക്കോയ്ക്ക് അറിയില്ലായിരുന്നു. വീടിനകത്തെയും കാറിലെയുമെല്ലാം തെളിവുകളെല്ലാം നശിപ്പിച്ചതോടെ താൻ ഇനി പിടിക്കപ്പെടില്ല എന്നുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു അയാൾ. ഇതിനിടയിലാണ് മാരിക്കോയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ലിയോ ഷേചാങ്ങിനെ ചോദ്യം ചെയ്തതും തെളിവുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് വിട്ടയച്ചതും. ഇത് അയാളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. എന്നാൽ ഭയപ്പെടുത്തുന്ന ദിനങ്ങൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം രാത്രി വർക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഉറങ്ങാനായി കിടന്ന ലിയോ ഷേചാങ് ഒരു കാര്യം ശ്രദ്ധിച്ചു. തന്റെ റൂമിൽ മറ്റാരോ ഉണ്ട്. ഇടയ്ക്കിടെ ആരോ തന്റെ മുഖത്തിനടുത്ത് വന്ന് ശ്വാസമെടുക്കുന്നത് അയാൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്ന ലിയോ പെട്ടെന്ന് കണ്ണു തുറന്നതും അയാൾ അലറി നിലവിളിച്ചതും ഒരുമിച്ചായിരുന്നു. കൊല ചെയ്യപ്പെട്ട മാരിക്കോ ഇഗൂച്ചിയുടെ തല തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നീ എന്തിനാണ് എന്നെ കൊന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അയാളെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയന്ന് വിറച്ച ലിയോ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയോടി. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും ഒന്നുറങ്ങാൻ പോലും സമ്മതിക്കാതെ മാരിക്കോയുടെ തല അയാളെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. സഹികെട്ടതോടെ അയാൾ വീട്ടിലേക്ക് കയറാതെ ടാക്സിയിൽ തന്നെ കിടന്നുറങ്ങാൻ തുടങ്ങി. പക്ഷേ ടാക്സിക്കകത്തും ശല്യം തുടർന്നു. ആത്മാവിനെ തടയുന്നതിനായി ആ ടാക്സി മുഴുവൻ അയാൾ ബുദ്ധന്റെ പ്രതിമകളെ കൊണ്ട് നിറച്ചു. എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ഊണും ഉറക്കവും നഷ്ടപ്പെട്ട ലിയോ ഒരു ഭ്രാന്തനെ പോലെ വിചിത്രമായി പെരുമാറാൻ തുടങ്ങി. ചുറ്റുമുള്ള ആളുകളെ ഭയത്തോടെ നോക്കും. പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും ഓടും. ടാക്സിക്കകത്തോ സ്വന്തം വീടിനകത്തേക്കോ കയറിയാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഭയന്ന് പുറത്തേക്ക് വരും. ഇതെല്ലാം അവനെ രഹസ്യമായി നിരീക്ഷിച്ചു വരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് മാരിക്കോ ഇഗൂച്ചിയെയും ലിയോ ഷേചാങ്ങിനെയും ഒരുമിച്ച് കണ്ടു എന്ന് പറഞ്ഞ് ഒരു റെസ്റ്റോറന്റ് ജീവനക്കാരൻ മുന്നോട്ട് വന്നതും അതിനെ തുടർന്ന് അയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതും. ഈ അറസ്റ്റ് നടക്കുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ലിയോ ഒരു സന്യാസിയെ കാണാൻ പോയിരുന്നു. തന്നെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിനെ തുരത്തുക എന്നതായിരുന്നു അവന്റെ ആവശ്യം. അന്ന് ആ സന്യാസി ഒരു കാര്യം പറഞ്ഞു. മാർച്ച് 4 വരെ നിന്റെ ജീവിതം ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെയായിരിക്കും കടന്നു പോകുന്നത്. ആ ഡേറ്റ് നിനക്ക് അതിജീവിക്കാൻ കഴിയാത്ത പക്ഷം നിന്റെ നാശം ഉറപ്പാണ്. കൃത്യം മാർച്ച് 4 തന്നെയാണ് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാനെത്തിയതും. അതുകൊണ്ടാണ് ലിയോ പോലീസുകാരോട് ഡേറ്റ് ചോദിച്ചതും. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാർച്ച് 4 ഡേറ്റ് എന്ന് പറഞ്ഞപ്പോൾ അവൻ തളർന്നു വീണതും. പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അയാൾ ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്. പ്രതി കുറ്റസമ്മതം നടത്തിയതോടെ പോലീസ് തെളിവെടുപ്പിലേക്ക് കടന്നു. മാരിക്കോ ഇഗൂച്ചിയുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കൊലപാതകം നടന്നിട്ട് 1 വർഷം കഴിഞ്ഞതിനാലും മാനസികമായി ബാധിക്കപ്പെട്ടതിനാലും ലിയോ ഷേചാങ്ങിന് ഡെഡ് ബോഡി മറവ് ചെയ്ത സ്ഥലം കൃത്യമായി കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം കാണിച്ചു കൊടുത്ത ലിയോ, ഞാൻ ഈ സ്ഥലത്തെവിടെയോ ആണ് മൃതദേഹം കുഴിച്ചിട്ടത് എന്ന് മാത്രം പറഞ്ഞു. 2 ദിവസത്തോളം ആ സ്ഥലത്ത് കുഴിയെടുത്തുള്ള പരിശോധനകൾ നടന്നു. ഒടുവിൽ 1991 മാർച്ച് 9 ആ സ്ഥലത്തുള്ള മുറിച്ചു മാറ്റിയ ഒരു മരത്തിന്റെ വേരുകൾക്കരികിൽ നിന്നും 100-ലധികം അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. ആ അസ്ഥികൾ വിദഗ്ധ പരിശോധനയ്ക്കായി തായ്പേയിലേക്ക് അയക്കുകയും പിന്നീട് അത് മാരിക്കോ ഇഗൂച്ചിയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അവളുടെ തല ഒരു ലാൻഡ് ഫില്ലിലാണ് ഉപേക്ഷിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അതുമാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല.
ഇന്നേ വരെ കണ്ടെത്താൻ കഴിയാത്ത ആ തലയാണ് ഈ കേസ് തെളിയിക്കുന്നതിൽ നിർണായകമായത് എന്നുള്ളത് വിചിത്രമായി തുടരുന്നു. മാസങ്ങൾ നീണ്ടുനിന്ന വിചാരണയ്ക്ക് ശേഷം 1991 നവംബർ 24 ഈ കേസിലെ വിധി പ്രസ്താവിച്ചു. ആദ്യം വധശിക്ഷയാണ് വിധിച്ചതെങ്കിലും പ്രതിയുടെ മാനസികാരോഗ്യം തകരാറിലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. എങ്കിലും കഴിഞ്ഞ 30 വർഷത്തിലേറെയായി അയാൾ ജയിലിൽ തന്നെയാണ്. ഈ കേസിൽ അമാനുഷികമായ സംഭവങ്ങൾക്ക് സാക്ഷിയായത് പ്രതി മാത്രമല്ല എന്നുള്ളത് വിചിത്രമായി തുടരുന്നു. 1-2 സംഭവങ്ങൾ പരിശോധിക്കാം. 1990 മാർച്ച് 8 ശേഷം, അതായത് മാരിക്കോ ഇഗൂച്ചി കൊല ചെയ്യപ്പെട്ടതിനു ശേഷം ആ നഗരത്തിലെ പലരുടെയും വീടുകളിലേക്ക് അജ്ഞാത നമ്പറുകളിൽ നിന്നും ഫോൺ കോൾ വരാൻ തുടങ്ങി. കോൾ എടുത്തവർക്കെല്ലാം ഒരു സ്ത്രീയുടെ ശബ്ദമാണ് കേൾക്കാൻ കഴിഞ്ഞത്. തായ്വാനിലെ എല്ലാ ആളുകളും തായ്വാനീസ് അല്ലെങ്കിൽ ചൈനീസ് ഭാഷയാണ് സംസാരിക്കാറുള്ളത്. എന്നാൽ വിളിച്ച സ്ത്രീ ജാപ്പനീസ് ആണ് പറയുന്നത്. ആ കോളുകളെല്ലാം പെട്ടെന്ന് ഡിസ്കണക്റ്റ് ആവുകയും ചെയ്യും. അടുത്തൊരു അനുഭവം മാരിക്കോയുടെ അസ്ഥികൾ കണ്ടെത്തിയ സ്ഥലത്തിന്റെ ഉടമയ്ക്കാണ് ഉണ്ടായത്. കഴിഞ്ഞ 1 വർഷമായി അദ്ദേഹം ആ സ്ഥലം നിരത്താനുള്ള ശ്രമത്തിലായിരുന്നു. ഓരോ തവണയും ബുൾഡോസറുമായി പണി ചെയ്യാൻ തുടങ്ങും. പക്ഷേ കൃത്യം ഡെഡ് ബോഡി കുഴിച്ചിട്ട ആ സ്ഥലത്തെത്തുമ്പോൾ ബുൾഡോസർ ഓഫ് ആവുകയോ കേടുവരികയോ ചെയ്യും. അങ്ങനെ 1 വർഷത്തോളം ആ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് തെരച്ചിൽ നടത്തിയപ്പോൾ മാരിക്കോയുടെ അസ്ഥികൾ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇതെല്ലാം മനസ്സിന്റെ തോന്നലുകൾ മാത്രമാണെങ്കിലും മാരിക്കോ ഇഗൂച്ചിയുടെ ആത്മാവാണ് ഈ കേസ് തെളിയിക്കാൻ കാരണമായത് എന്നാണ് തായ്വാനിലെ ജനങ്ങളിൽ പലരും ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്താണ് വിചിത്രമായ ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.